ചൂടുവെള്ളത്തിൽ പൈനാപ്പിൾ ഇട്ട് കുടിച്ചാൽ ക്യാൻസർ മാറും. അടുത്തിടെയായി സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിക്കുന്ന ഒരു സന്ദേശമാണ് പൈനാപ്പിൾ ചൂടുവെള്ളത്തിലിട്ട് കുടിച്ചാൽ ക്യാൻസറിനെ മാറ്റാൻ കഴിയും എന്നത്. ഇതോടൊപ്പം പലരും അവ പരീക്ഷിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇതിൽ എത്രമാത്രം സത്യാവസ്ഥ ഉണ്ടെന്നറിയാം. വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോഡ്. ആദ്യം തന്നെ പറയട്ടെ, ഇത്തരത്തിലുള്ള വാർത്തകൾ വളരെ തെറ്റായ ഒന്നാണ്. കാരണം മനുഷ്യ ശരീരം നിർമ്മിക്കുന്ന അടിസ്ഥാന യൂണിറ്റുകളാണ് കോശങ്ങൾ. കോശങ്ങൾ വളരുകയും വിഭജിച്ച് പുതിയ കോശങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. സാധാരണയായി കോശങ്ങൾ വളരെ പ്രായമാകുമ്പോഴോ കേടുപാടുകൾ സംഭവിക്കുമ്പോഴോ അവ താനെ നശിക്കുകയും തുടർന്ന് പുതിയ കോശങ്ങൾ അവയുടെ സ്ഥാനം പിടിക്കുകയാണ് പതിവ്. എന്നാൽ ഈ ചിട്ടയായ പ്രക്രിയയെ തടസ്സപ്പെടുത്തുമ്പോഴാണ് ക്യാൻസർ ആരംഭിക്കുന്നത്. മാത്രവുമല്ല, കോശങ്ങൾ അനിയന്ത്രിതമായി വളരാൻ തുടങ്ങുക, പിന്നീട് ഈ കോശങ്ങൾ ട്യൂമർ എന്ന പിണ്ഡം ഉണ്ടാക്കാം. മാത്രവുമല്ല, ഈ ട്യൂമർ വളരുകയും ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യും. അതായത് ശരീരത്തിൽ സ്വയം നടക്കുന്ന ഈ പ്രക്രിയ യാതൊരു മെഡിക്കൽ രീതിയിൽ അല്ലാതെ ചികിത്സ തേടാതിരിക്കുക. ഇനി പൈനാപ്പിളിലോട്ട് വരാം. പൈനാപ്പിൾ തലേ ദിവസം ചൂടുവെള്ളത്തിൽ ഇട്ടുവെച്ചാൽ അവ ആൽക്കലൈൻ ആയി മാറുകയും ഇവ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുകയും എന്നതാണ് വാർത്ത. ഇത് തെറ്റായ ഒന്ന് തന്നെയാണ്. കാരണം പൈനാപ്പിൾ എന്നത് ഒരു അസിഡിറ്റി പഴമാണ്. ഇവ യാതൊരു കാരണവശാലും ആൽക്കലൈനായി മാറുകയില്ല. ഇനി ആൽക്കലൈൻ കഴിച്ചാൽ ക്യാൻസർ ഒരിക്കലും ഇല്ലാതാകുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം. എന്നാൽ പൈനാപ്പിൾ എന്നത് ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞ നല്ലൊരു പഴവർഗ്ഗമാണ്. വിറ്റാമിനുകളായ എ, ബി, സി, ഇ, കെ എന്നിവയും അയൺ, കാൽഷ്യം, പൊട്ടാഷ്യം, മാംഗനീസ്, സിങ്ക് എന്നിവയും പൈനാപ്പിളിൽ അടങ്ങിയിട്ടുണ്ട്. ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനുമായി ധാരാളം ഗുണങ്ങളാണ് പൈനാപ്പിൾ നൽകുന്നത്. പൈനാപ്പിളിൻ്റെ മിക്ക ഗുണങ്ങൾക്കും കാരണം ബ്രൊമലൈൻ എന്ന എൻസൈമാണ്. ക്യാൻസർ പോലുള്ളതിൽ യാതൊരു ഗുണകരവുമല്ല എന്നതാണ് സത്യം. ഇനി പൈനാപ്പിൾ അധികം കഴിക്കാൻ പാടില്ലാത്തവരുമുണ്ട്. പൈനാപ്പിൾ ധാരാളം ഷുഗർ നിറഞ്ഞതാണ്. അതിനാൽ തന്നെ പ്രമേഹ രോഗികൾ ഇവ അധികം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. പൈനാപ്പിൾ പോളിഫിനോളുകൾ എന്ന എൻസൈമുകൾ ധാരാളം ഉള്ളതിനാൽ ഇവ മനുഷ്യ ശരീരത്തിൻ്റെ മാംസത്തിനെ വിഘടിപ്പിക്കുന്നു. അതിനാൽ തന്നെ ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുന്നവർ, രക്തം കട്ടപിടിക്കുന്നത് തടയുന്നതിന് മരുന്ന് കഴിക്കുന്നവർ, ഗർഭിണികൾ എന്നിവർ അധികം പൈനാപ്പിൾ കഴിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഈ വിലപ്പെട്ട അറിവ് പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ. എത്നിക് ഹെൽത്ത് കോഡ്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്. Ethnic Health Code, forward to good health.